നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൃത്യമായി എത്ര പണം വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വെറുതെ 1 കോടി രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ എന്നല്ല. മനസ്സിൽ ഒരു ചാഞ്ചാട്ടവുമില്ലാതെ കൃത്യമായ ഒരു സംഖ്യ നിങ്ങളുടെ മനസ്സിലുണ്ടോ? സ്വന്തമായി വീടോ അല്ലെങ്കിൽ കടം കൊടുക്കാനോ, അതുമല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളുടെ പഠിപ്പിനായിരിക്കാം. അങ്ങനെ ഒരു തുക നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കും. നമ്മളിൽ പലവരും വിചാരിക്കും ലോ ഓഫ് അട്രാക്ഷൻ, അതായത് ആകർഷണ നിയമം വെറും ഒരു സങ്കല്പമാണ് എന്നാണ് വിചാരിക്കപ്പെടുന്നത്. പണം കിട്ടുക എന്നത് എങ്ങനെയാണ് വിശ്വസിക്കാനാണ്? എന്നാൽ 1 രൂപ വ്യത്യാസമില്ലാതെ താൻ എഴുതി വെച്ച ഒരു സ്ത്രീയുടെ അത്ഭുതകരമായ ഒരു കഥയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അസാധ്യമായി തോന്നും. പക്ഷേ ഇത് നിങ്ങളുടെ പൂർണ്ണ ചിന്താശക്തിയെയും മാറ്റിമറിച്ചേക്കും. നമ്മുടെ കഥയിലെ നായികയുടെ പേരാണ് കാതലി എന്നാണ് ആ നായികയുടെ പേര്. ലോകം അറിയപ്പെടുന്ന വെൽത്ത് ക്രിയേറ്റർ കൂടിയാണ് ഇന്ന് അവർ. എന്നാൽ 2019 സെപ്റ്റംബർ മാസത്തിലാണ് മനസ്സിൻ്റെ എനർജിയെക്കുറിച്ചും ചിന്തകളുടെ ശക്തിയെക്കുറിച്ചും പഠിക്കാൻ തുടങ്ങിയത് ആ കാതലി. പക്ഷെ അവർക്കൊരു തെറ്റ് പറ്റിയത്, എപ്പോഴും നമ്മളെപ്പോലെ അവർ ചിന്തിക്കും, പണമില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല. അങ്ങനെ അവർ മനസ്സിൽ ചിന്തിച്ച് നടക്കുമായിരുന്നു, സങ്കടപ്പെടുമായിരുന്നു. എത്ര കഷ്ടപ്പെട്ടാലും ഉള്ളിൻ്റെ ഉള്ളിൽ പണമില്ല എന്നൊരു ചിന്തയാണ് അവരുടെ മനസ്സിൽ. പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആളുകളും വിചാരിക്കും നമ്മുടെ കയ്യിൽ പണം വന്നതിന് ശേഷം മാത്രമല്ലേ നമ്മൾ പണക്കാരാവുകയുള്ളൂ. അങ്ങനൊരു ചിന്താഗതി ഉള്ളവരാണ് പല ആളുകളും. പക്ഷെ നമ്മുടെ മനസ്സിനെ മാറ്റി ചിന്തിപ്പിച്ചാലോ നമ്മൾ വിജയം കിട്ടുകയുള്ളൂ. നമ്മുടെ മനസ്സിനെ സത്യത്തിൽ മാറ്റി ചിന്തിപ്പിക്കുക തന്നെ വേണം. കാതലിന് ആ രഹസ്യം തിരിച്ചറിഞ്ഞു. ബാങ്ക് അക്കൗണ്ടിൽ $1000 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് അവർ ആ വലിയൊരു മാറ്റം വരുത്തിയത് അവരുടെ ജീവിതത്തിൽ. എൻ്റെ കയ്യിൽ പണമുണ്ട് എന്ന് കണ്ണുകളിലൂടെ അവർ കാണാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ കാതലിൻ്റെ ഒരു സുഹൃത്താണ് പറഞ്ഞത്, ജീവിതത്തിലേക്ക് പണം ആകർഷിക്കാൻ കുറേ വിദ്യകളുണ്ടെന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ചോദിക്കുന്ന തുക കൃത്യമായിരിക്കണം. കാതലിന് ഇതിൽ വിശ്വാസം ആദ്യം ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരു ദിവസം ഇരുന്ന് ചിന്തിച്ചു. അങ്ങനെ കൃത്യമായ ഒരു തുക അവർ $21,795 എന്നാണ് ഒരു വെള്ള പേപ്പറിൽ അവർ വലുതായി എഴുതിയത്. അവരുടെ മനസ്സിൽ അതാണ് ഉറപ്പിച്ചത്. പക്ഷെ അതുകൊണ്ട് മാത്രം അവർ നിർത്തിയില്ല. തൻ്റെ ബാങ്ക് ബുക്കിൽ, അവരുടെ പഴയൊരു ബാങ്ക് ബുക്കിൽ ബാലൻസ് ഉണ്ടായിരുന്നു, കുറച്ച് പൈസ $1000 എങ്ങാണ്ട് ഉണ്ടായിരുന്നു. അതിനെ അത് വൈറ്റർ ഉപയോഗിച്ച് മായ്ച്ചു കളഞ്ഞു. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് അവർ ആഗ്രഹിച്ചത് കൃത്യമായ ആ തുക $21,795 അങ്ങനെ എഴുതി വെച്ചതിന് ശേഷം അവർ ആ ബുക്ക് പിന്നെ റഫായി വെച്ചു. അതെടുത്ത് മറ്റെവിടെയോ മാറ്റി വെച്ചു. പിന്നെ അതിനെക്കുറിച്ച് യാതൊരു ചിന്തയില്ല അവർക്ക്. അതവർ മറന്നു കളഞ്ഞു. അത് മറന്നതിന് ശേഷം അവർ ഡെയിലി എല്ലാ ദിവസവും വേറൊരു കാര്യം ചെയ്യാൻ തുടങ്ങി. അവർ എഴുതും. ഒരു ബുക്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ട്, അതായത് നമ്മുടെ $21,795 അവർക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ നന്ദിയുമുള്ളവളാണ് ഞാനെന്ന് അവർ ആ ബുക്കിൽ ഡെയിലി എഴുതുമായിരുന്നു. ഒരിക്കൽ കൂടി ഞാൻ പറയാം, അവർക്ക് ആ $21,795 അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ കയറിയതിന് ഞാൻ ഒരുപാട് സന്തുഷ്ടതയും നന്ദിയും ഉള്ളവളാണെന്ന് അവർ എഴുതി വെച്ചു. അതുമാത്രമല്ല, കണ്ണടച്ച് അവർ ഒരുപാട് സന്തോഷിച്ചു ആ ബാങ്ക് അക്കൗണ്ടിൽ കയറിയതും. അതുപോലെ അവർക്ക് മനസ്സിലുള്ള സന്തോഷമല്ല, ആ കണ്ണടച്ച് അവർ അതേ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു. അതിനുശേഷം അവരത് പ്രപഞ്ചത്തിനോട് വിട്ടുകൊടുത്തു. പിന്നെ അതിനെക്കുറിച്ച് യാതൊരു ചിന്തയും അതൊന്നുമില്ല. അവരതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുകയോ ഒന്നുമില്ല. പക്ഷെ അവരുടെ ചില മാറ്റങ്ങൾ വരുത്തി. ഇല്ല എന്ന് പറയും, ജീവിതത്തിൽ പല മാറ്റങ്ങളും അവരത് വരുത്തി.
നമ്മൾ എന്ത് ചോദിച്ചാലും ഇല്ല, എനിക്ക് പൈസയില്ല, ജോലിയില്ല, ആ സങ്കടങ്ങളെല്ലാം മാറ്റി എനിക്ക് അതിനോട് കഴിയും, അങ്ങനെയുള്ള തീരുമാനങ്ങളാണ് കാതലിനെടുത്തത്. അതുപോലെ തന്നെ എല്ലാം കിട്ടി എന്ന സന്തോഷം മാത്രമായിരുന്നു അവൻ്റെ ആ മനസ്സിൽ. ഇപ്പം നമ്മൾക്കായാലും ഒരു തുക പ്രതീക്ഷിച്ചത് കിട്ടുമ്പോൾ ആ ഒരു സന്തോഷമില്ല, അതുപോലെയായിരുന്നു അവർക്ക് പിന്നെയുള്ള ജീവിതത്തിൽ അവർ മാറ്റിയത്. എല്ലാം ലഭിച്ചു, ഒന്നൊരു പരാതിയില്ല അവർക്ക്, എനിക്കില്ല എന്നുള്ള യാതൊരു പരാതിയില്ല. അങ്ങനെ അവൾ ഇരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് പെട്ടെന്നൊരു കാര്യം അവളോട് പറഞ്ഞു. പണ്ട് ജോലി ചെയ്യുന്ന കമ്പനികൾ സ്റ്റോക്കുകൾ കാലാവധി പൂർത്തിയായെന്നും അതിപ്പോൾ പണമാക്കാൻ പറ്റുമെന്നും അവളോട് പറഞ്ഞു. അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൾ കാര്യമായി എടുത്തില്ല. പക്ഷെ അവളുടെ മനസ്സിൽ കമ്പനി പൈസ കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ കാതലിൻ വിചാരിച്ചു ഒരു $100 അല്ലെങ്കിൽ $200 കിട്ടുമെന്നാണ് കാതലിൻ കരുതിയത്. പക്ഷെ അതങ്ങനെ കരുതിയ ശേഷം അത് വിട്ടുകളഞ്ഞു. 2 ആഴ്ചയ്ക്ക് ശേഷം കാതല് ഒരു ഓർലാൻഡിലൊരു ലൈവ് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോയി. പെട്ടെന്ന് അവിടെ വെച്ച് ഹസ്ബൻഡ് കോൾ വിളിച്ചു പറഞ്ഞു, ബാങ്ക് അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം, ആ സ്റ്റോക്ക് പൊസിഷൻ്റെ പണം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അവൾക്ക് അപ്പോഴും വിശ്വാസമില്ല, ഒരു $100 അല്ലെങ്കിൽ $200 മാത്രമേ കയറുള്ളൂ എന്നാണ് അവൾ വിശ്വസിച്ചത്. അപ്പോൾ അവൾ നോക്കാം എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ എന്താ പറയുക, ആ ബാങ്ക് അക്കൗണ്ട് അവൾ ചെക്ക് ചെയ്തു. പക്ഷേ ആ അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ അവൾക്ക് എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. അത്രയും സന്തോഷമായിരുന്നു അവൾക്ക്. കാരണം അവൾ ആഗ്രഹിച്ച തുക അവൾ കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അവൾ എഴുതിയ ആ ഒരു തുക അവൾക്കായി അക്കൗണ്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് തന്നെ എന്താ പറയുക, അവളുടെ ആ സന്തോഷം എങ്ങനെ അവൾക്ക് പ്രകടിപ്പിക്കണം എന്നറിയില്ലായിരുന്നു. അത്രയും പ്രപഞ്ചത്തിനോടും അവൾ നന്ദി പറഞ്ഞു, അത്രയും സന്തോഷത്തോടു കൂടെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് സത്യത്തിൽ എന്താണ് മനസ്സിലായത്? നമ്മൾക്ക് ആഗ്രഹിച്ചത് നേടാൻ പറ്റും, പക്ഷെ അത് നമ്മുടെ ചിന്തയാണ് അതിനെ ഇല്ലാതാക്കുന്നത്. നമ്മൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് സാധിക്കില്ല. നമുക്ക് എന്താ പറയുക, പൈസ ഓരോ രൂപ ചിലവാക്കുമ്പോഴും അതിന് സങ്കടപ്പെട്ട് ചിലവാക്കിയാൽ ഒരിക്കലും നമുക്ക് ജയം കിട്ടില്ല, തോൽവി മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ കാതലിന് അവിടെ ചെയ്തത് 3 കാര്യങ്ങളാണ് അവൾ ചെയ്തത്. അവർ പെട്ടെന്ന് ഈ ഒരു പൊസിഷനിൽ എത്താൻ കാരണം അവർ 3 കാര്യങ്ങളാണ് ചെയ്തത്. അപ്പം അത് ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പൈസ വേണ്ടത് അവർ എഴുതി. 2ാമത്തെ കാര്യം പറഞ്ഞാൽ ബാങ്ക് ബുക്കിൽ ആ തുക തിരുത്തി എഴുതി, എത്രയാണ് വേണ്ടെന്നുള്ളത് ബാങ്ക് ബുക്കിൽ തിരുത്തി എഴുതി. 3ാമത്തെ കാര്യം പറഞ്ഞത് പണമില്ല എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേ ഉണ്ടായിരുന്നില്ല. എനിക്ക് പണമുള്ള പോലെ ഞാൻ മനസ്സിൽ സന്തോഷത്തോടുകൂടി തന്നെ ചിലവാക്കാനും അതുപോലെ തന്നെ ഇരുന്നു ജീവിക്കാനും തുടങ്ങി. എൻ്റെ കയ്യിൽ പൈസയുണ്ട്, എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, അങ്ങനെ ഒരു ചിന്തയിൽ അവളിരുന്നു. അതുകൊണ്ട് മാത്രമാണ് കാതലിന് വലിയൊരു പൊസിഷനിൽ എത്താൻ പറ്റിയതും അതുപോലെ തന്നെ അവൾ ആഗ്രഹിച്ച തുക കിട്ടിയതും തന്നെ. അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചിന്തയെ ആദ്യം മാറ്റുക. നമുക്ക് എല്ലാത്തിലും നെഗറ്റീവ് ചിന്ത വരാതിരിക്കുക, പോസിറ്റീവായി എടുക്കുക. ഉറപ്പായാലും നമ്മുടെ ജീവിതത്തിൽ വിജയം കിട്ടും. ഒരു പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെയൊന്ന് ചെയ്യണം. കാരണം നിങ്ങൾ ചോദിച്ച പൈസ വിശ്വസത്തോടു കൂടിയാണ് നിങ്ങൾ പ്രപഞ്ചത്തോട് ചോദിക്കുന്നതെങ്കിൽ ഉറപ്പായാലും പ്രപഞ്ചം നിങ്ങൾക്ക് തരും. അത് 100% ഉറപ്പാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും എന്താ പറയുക, നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിക്കോട്ടെ അത് എന്തായാലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ലൈക്കും കൂടെ ചെയ്യണം, ഹൈപ്പും ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ ബായ്.